നമ്മളെല്ലാവരും ബൈബിളിൽ നല്ല ശമരിയക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ആരും ഇവിടെ അത് കേൾക്കാത്തതായിട്ട് ഉണ്ടാകത്തില്ല. നല്ല ശമരിയക്കാരൻ, നമ്മൾ അതേക്കുറിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം കേട്ടിട്ടുണ്ട്. പിന്നീട് അത് അറിയപ്പെടുന്നത് യേശു നല്ല ശമരിയക്കാരനായിട്ടാണ്, അല്ലേ? യേശുവിനെ നല്ല ഒരു ശമരിയക്കാരനായിട്ട് പിന്നീട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം പിന്നീടുള്ള കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നു വന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നല്ല ശമരിയക്കാരൻ്റെ ആ ഒരു വേദഭാഗം അല്ലെങ്കിൽ അതേക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ആരാണ്? യേശു. അല്ലാതെ വേറെ ആരെങ്കിലും തെളിഞ്ഞു നിൽക്കുന്നവരുണ്ടോ? ഇല്ല. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ അവിടെ ആ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. ആ വേദഭാഗം അവിടെ ഉള്ളത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, അല്ലെങ്കിൽ ചുരുക്കം ചിലരെങ്കിലും ചിന്തിച്ചതുപോലെ യേശു നല്ല ഒരു ശമരിയക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആ വേദഭാഗം അവിടെ വന്നത്. എന്നാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പലപ്പോഴും അതിനെ മാറ്റിയിട്ട് യേശുവിലേക്ക്, കാര്യം ശരിയാണ്, യേശുവിന് മാത്രമേ അതുപോലെ ഒരു നല്ല ശമരിയക്കാരനായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിന്നീട് നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഉപമയെക്കുറിച്ചോ പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ യേശുവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യേശു വാസ്തവത്തിൽ ആ നല്ല ശമരിയക്കാരനേക്കാളൊക്കെ എത്രയോ വലിയവനാണ്. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവനാണ്, സകല മഹിമയും വെടിഞ്ഞവനാണ്. അപ്പോൾ യേശു എന്ന് പറയുന്ന ആൾ വാസ്തവത്തിൽ ഒരു ശമരിയക്കാരൻ്റെ നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് അവിടെ ആ വേദഭാഗം അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല. യേശു നല്ല ശമരിയക്കാരനാണ്. പക്ഷേ ആ വേദഭാഗം അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യേശു ഒരു നല്ല ശമരിയക്കാരൻ ആണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് ചിലത് അതിലൂടെ നമ്മിൽ ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 36-37 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ എവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്നവർ പറഞ്ഞു. യേശു അവരോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ 3 പേരെ അവിടെ കാണിച്ചിട്ടുണ്ട്, അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ 3 പേരിൽ ആരാണ് അവിടെ ആ കരുണ കാണിച്ചവൻ എന്ന് അല്ല, മൂവരിൽ കൂട്ടുകാരനായി തീർന്നു. ആ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യരിൽ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ 3 പേർ അതിലൂടെ കടന്നുപോയി. അതിൽ ആരാണ് വാസ്തവത്തിൽ അവൻ എന്തായി തീർന്നത്? കൂട്ടുകാരനായി തീർന്നത്. ഇതാണ് ചോദ്യം. അപ്പോൾ ഉത്തരമായി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞത്, നീയും എന്തോ ചെയ്യണം? പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഈ നല്ല ശമരിയക്കാരൻ, അത് ഞാനും നിങ്ങളും ഈ നല്ല ശമരിയക്കാരൻ ആകണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇവിടെ ഈ ഭാഗം നമ്മോട് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഈ മൂവരിൽ ആ കള്ളന്മാരുടെ കയ്യിൽ പിടിപ്പെട്ട ആ മനുഷ്യന് കൂട്ടുകാരനായിട്ട് തീർന്നത് ആരാണ്? അപ്പോൾ ആ ന്യായശാസ്ത്രി പറഞ്ഞു, അത് അവനോട് കരുണ കാണിച്ചവനാണ്. അപ്പോൾ അതിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്, എന്ത്? നീയും അങ്ങനെ പോയി ചെയ്യുക. എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ളത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ശമരിയക്കാരൻ ആകുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഇട്ടിരിക്കുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് അയൽക്കാരെ സൃഷ്ടിക്കുന്നവർ.
those who create neighbors. അവിടെ ഇതുവരെയും പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ സ്വന്തം ഒരു അയൽക്കാരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ ആക്കി മാറ്റിയ ഒരു നല്ല ശമര്യക്കാരൻ്റെ ചിത്രമാണ് അവിടെ യേശു വരച്ച് കാണിച്ചു തരുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്നോടും നിങ്ങളോടും ഞാനും നിങ്ങളും അതുപോലെ ചെയ്യണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചതിൻ്റെ ഉദ്ദേശം ഒരു നല്ല ശമര്യക്കാരൻ, 1 out of 3, 3 പേർ അതിലൂടെ കടന്നുപോയി. എന്നാൽ അതിൽ നല്ല ഒരു ശമര്യക്കാരനായിട്ട് ആകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നു. നമുക്ക് ആ വേദഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഇത് ചില ആളുകളുടെ മാത്രം ഒരു കാര്യമല്ല. ചിലർക്ക് നല്ല ശമര്യക്കാരനാകാനും അല്ലെങ്കിൽ ചിലർക്ക് അല്ലാതിരിക്കാനും സാധാരണ ഒരു വിശ്വാസിയായിരിക്കാനൊക്കെയുള്ള അവകാശമുണ്ടെന്നൊക്കെയാണ് നമ്മുടെ പലപ്പോഴും ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകാറുള്ളത്. എന്നാൽ ഇവിടെ ഈ വേദഭാഗം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഒരു ന്യായശാസ്ത്രി, ഒരു ലോ പഠിച്ച വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ ഒന്ന് ട്രാപ്പിലാക്കാൻ കൂടെയൊക്കെ തന്നെയാണ് വന്ന് അവനോട് ചോദിക്കുകയാണ്. ചോദിച്ച ചോദ്യം ഇതാണ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനോട് പരീക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ ന്യായശാസ്ത്രി ലോ നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും ടീച്ചിങ്ങും അതുപോലെ തന്നെ ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അത് എത്രമാത്രം ഒത്തുവരുന്നുണ്ട്, യേശുവിനെ പറ്റിയെങ്കിൽ ഒന്ന് കൊടുക്കാം എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഈ ന്യായശാസ്ത്രി, ഈ ലോയർ അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടുള്ള ചോദ്യം ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഏതു മനുഷ്യനും അറിയേണ്ടതും അല്ലെങ്കിൽ ചോദിക്കുന്നതുമായ ചോദ്യം, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം പബ്ലിക്കലി യേശുവിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ അറിയുന്ന വ്യക്തിയാണ് ഈ ന്യായശാസ്ത്രി. യേശു പറയുന്ന ചില കാര്യങ്ങൾ അതുമായിട്ട് ഒത്തുവരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവിടെ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പബ്ലിക്കലി യേശുവിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാം എന്ന ചിന്തയിലാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. ഈ ന്യായശാസ്ത്രിയെ കൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം പറയിപ്പിക്കുകയാണ് യേശു അവിടെ ചെയ്യുന്നത്. അവിടെ അതിൻ്റെ 26-27 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നീ നല്ല ന്യായശാസ്ത്രിയാണ്, ലോ നല്ലതുപോലെ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ന്യായ പ്രമാണത്തിൽ അല്ലെങ്കിൽ ലോയിൽ എന്താണ് പറയുന്നത്? നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നു തന്നെ ഉത്തരം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ലോ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായതുകൊണ്ട് യേശു തിരിച്ചു ചോദിച്ചപ്പോൾ ലോയിൽ ഉള്ള കാര്യം അവൻ ലോ പഠിച്ച ആളായതുകൊണ്ട് നല്ലപോലെ അവൻ അത് പ്രതികരിച്ച് അതിന് ഉത്തരം പറഞ്ഞു. ഉത്തരം ഇതാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലോ പ്രകാരം നിത്യജീവൻ കിട്ടണമെങ്കിൽ എന്തു വേണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3:16. ഞാൻ അതിൻ്റെ അടുത്ത വാക്യം വായിച്ചാട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നമുക്ക് ആശ്വാസമായി ജോൺ 3:16 പറഞ്ഞു അല്ലേ, തൻ്റെ ഏകജനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും എന്തുണ്ടായി? നിത്യജീവൻ പ്രാപിക്കും, നശിച്ചു പോകാതെ നിത്യജീവൻ. അപ്പം നമ്മുടെ ചിന്ത എന്താണ്? ഞാൻ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ഉറപ്പാണെന്നാണ്. എന്നാൽ ലോ പഠിച്ചവൻ പറഞ്ഞത് അങ്ങനെയല്ല. ന്യായപ്രമാണം നല്ലപോലെ അരച്ച് കലക്കി കുടിച്ചവൻ പറയുന്നത്
സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ നീ എന്തോ വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കണം. എന്തിനു വേണ്ടിയാ? നിത്യജീവൻ കൈവശമാക്കണമെങ്കിൽ. 2, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അവന് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല, വളരെ വ്യക്തമാണ്. എന്നാൽ ഇന്ന് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ വന്നു മരിച്ചു പോയി എന്ന് മാത്രം അറിഞ്ഞതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാമെന്ന് നാം ചിന്തിക്കരുത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവവചനം മുഴുവനും ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചുരുക്കം നമ്മൾ ഇതെങ്കിലും അറിയണം. നമ്മുടെ യേശുവിനെ, നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞാനും നിങ്ങളും സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിത്യജീവന് അവകാശിയാകത്തുള്ളൂ. പോരാ, നമ്പർ 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും കൂടെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. ദൈവവചനം പറയുന്നതാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ആ ന്യായശാസ്ത്രി നന്നായിട്ട് ഉത്തരം പറഞ്ഞു, അല്ലേ? അവിടെ എന്താ പറഞ്ഞു? യേശു എന്താ പറഞ്ഞത്? അതിൻ്റെ 28-ാമത്തെ വാക്യം വായിച്ചു. അവൻ അവരോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ന്യായശാസ്ത്രി, ലോ പഠിച്ചവൻ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് ഈ ലോ കൊടുത്ത ദൈവം ഉറപ്പിച്ചു, പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നീ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. നിത്യജീവൻ കിട്ടണമെങ്കിൽ ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം, മനുഷ്യനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യം, നിത്യരാജ്യം നിനക്ക് ലഭിക്കത്തുള്ളൂ. എന്നിട്ട് യേശു അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് അപ്പോൾ യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇതിൽ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഈ പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കുക, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, എന്ന് അവരോട് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ശരിയാണ്, അപ്പോൾ എന്നാൽ നീയും അങ്ങനെ അങ്ങ് ചെയ്തോളാൻ പറയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ആ ന്യായശാസ്ത്രി, അതായത് തന്നിലുള്ളതായ ആ ഒബ്ലിഗേഷൻസ്, എന്താണ് ഒബ്ലിഗേഷൻസ്? മറ്റുള്ളവരെ, ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ലോ പഠിച്ച ഞാൻ പള്ളിയിലൊക്കെ എപ്പോഴുമുണ്ട്, അതുകൊണ്ട് ദൈവത്തെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അവിടെ കിടക്കട്ടെ. അപ്പോൾ ന്യായശാസ്ത്രി നീ എങ്ങനെ ചെയ്യണം? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ന്യായശാസ്ത്രി തന്നെയാണ് പറഞ്ഞത്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നിത്യ ജീവൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ന്യായശാസ്ത്രിക്ക് തന്നെ മനസ്സിലായി, നീയും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്പം കുടുക്കത്തിൽ പെട്ടിരിക്കുകയാണ്, അല്ലേ? ഞാൻ ട്രാപ്പായിരിക്കുക, യേശുവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാ. ഇപ്പോൾ പറയുകയാണ് എന്തെന്ന്? നീയും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. അപ്പോൾ ആ ന്യായശാസ്ത്രി തൻ്റെ ആ ഒബ്ലിഗേഷൻ, അതായത് എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള ആ ഒരു ഒബ്ലിഗേഷൻ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗുരു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ? ഇവിടെ സ്തോത്രം, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ 29-ാമത്തെ വാക്യം ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാർ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇതിന് യേശു കൊടുത്ത മറുപടിയാണ് നല്ല ശമരിയക്കാരൻ്റെ ആ ഉപമ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാണ് ഈ ഉപമ കൊടുത്തിരിക്കുന്നത്? ഞാനും നിങ്ങളും, അല്ലേ, നമ്മെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലോ, അല്ലെങ്കിൽ ആ നിയമം നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ചർച്ചിലുള്ളവർ, നമുക്ക്
അപ്പോൾ ഇതാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അവൻ ചോദിച്ച ചോദ്യത്തിന് യേശു നല്ലൊരു ഉപമ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ തന്നെ എന്നോട് ഉത്തരം പറ, ആരാണ് അയൽക്കാരൻ? അപ്പോൾ യേശു ഒരു ഉപമ അവൻ്റെ അടുത്തിൽ അങ്ങ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സ്തോത്രം. അതിൻ്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ടാട്ടെ. അവിടെ ഉത്തരം, നമ്മൾ ഈ കാര്യം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. യേശുവിനോട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായിട്ട് വന്നു. അപ്പോൾ യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു, നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ മനുഷ്യരെ, അല്ലേ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണെന്ന്, നീ ഒരു കാര്യം ചെയ്യ്, അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ എല്ലാവരെയും അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടല്ലോ എന്ന് ആരെങ്കിലുമൊക്കെ പോരെ എന്നുള്ള ചിന്തയിലായിരിക്കാം ന്യായശാസ്ത്രി അടുത്ത ചോദ്യം ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? പറയുന്നുണ്ടല്ലോ, നിൻ്റെ അയൽക്കാരനെ നീ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിന്നെപ്പോലെ സ്നേഹിക്കേണ്ടുന്ന ഈ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ നല്ല ശമര്യക്കാരൻ്റെ ആ ഉപമ. സ്തോത്രം. നമുക്ക് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ഈ ശമര്യക്കാരൻ്റെ ഈ ഒരു ഉപമ പറയുമ്പോൾ യേശു അവനിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നീ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചിന്തിച്ച് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ കാര്യത്തെ നീ അതിനെ ലിമിറ്റ് ചെയ്യാൻ തക്കവണ്ണം, നമ്മിലുള്ള ആ ഒബ്ലിഗേഷനെ ലിമിറ്റ് ചെയ്യാൻ നീ ശ്രമിക്കുന്നതിൽ പരമായിട്ട്, അതിനേക്കാൾ അപ്പുറമായിട്ട് നീ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഒരിക്കലും നിനക്ക് ഒരു അയൽവക്കാരനാകാൻ അല്ലെങ്കിൽ ഒരു നെയ്ബറായിരിക്കാൻ പറ്റാത്ത ഒരുവനെ കൂടെ നെയ്ബറാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നീയും ഞാനും ജീവിക്കുവാൻ ദൈവം എന്നോടും നിങ്ങളോടും ആലോചന പറയുകയാണ്. ശ്രദ്ധിക്കണമേ, ഈ ന്യായശാസ്ത്രിയുടെ ചിന്ത എങ്ങനെയെങ്കിലും ആ ഒബ്ലിഗേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്ത് കുറച്ച്, അല്ലേ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ സ്നേഹിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടുമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇവിടെ ഞാനും നിങ്ങളും ആർക്കെല്ലാം ഒരു അയൽക്കാരനായിരിക്കണമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഞാനും നിങ്ങളുമാണ്. സ്തോത്രം. എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ്. അത് അവൻ്റെ കഴിവോ അവൻ്റെ കുറവോ അതെനിക്ക് ബാധകമല്ല. ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ്, ഇവൻ എനിക്ക് നെയ്ബറായിട്ട് വേണം. അതുകൊണ്ടാണ് ന്യായശാസ്ത്രിയോട് യേശു ചോദിച്ചു, നമ്മുടെ കുറിവാക്യത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്, ഈ മൂവരിൽ ആരാണ് ആ കള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവനെ ആരാണ് നെയ്ബറായി തീർന്നത്? ആരാണ് അയൽവാസിയായി തീർന്നത്, അല്ലെങ്കിൽ അയൽക്കാരനായി മാറിയത്, സ്നേഹിതനായി മാറിയത്? ആരായിരുന്നു? നമുക്കറിയാം, ആ ശമര്യക്കാരനായിരുന്നു. ഇനി ഈ ശമര്യക്കാരൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഒരു 7 കൂട്ടം കാര്യങ്ങൾ അതിൽ പെട്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ്? അയൽക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി, അയൽക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ അയൽക്കാരെന്ന് വെച്ചാൽ, നമ്മളിവിടെ വീട് താമസിച്ചു, വീട് താമസിച്ചപ്പോൾ അടുത്ത ഒരു ആൾക്കാർ അവിടെ വന്നു, അപ്പോൾ അവരാണ് എൻ്റെ അയൽക്കാർ. അതാണ് നമ്മുടെ ചിന്ത. ഇല്ല, നമ്മുടെ ചർച്ചിൽ വന്ന് കുറച്ചും കൂടി ഞാൻ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് നമ്മുടെ ചർച്ചിൽ വന്ന് കൂടെ വന്നു, ഇതാ ഇപ്പോൾ അതാ പ്രജീഷ് വന്നു, പ്രജീഷ് എൻ്റെ കൂട്ടുകാരനായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ നെയ്ബേഴ്സിനെ ഉണ്ടാക്കുകയാണ് ആരെ? ആ ശമര്യക്കാരൻ ചെയ്തത്. ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയെ തൻ്റെ ഒരു സ്നേഹിതനായിട്ട് കണ്ട ഒരു നല്ല ശമര്യക്കാരൻ അവിടെ ഉണ്ട്. എന്നിട്ട് യേശു ആ ന്യായശാസ്ത്രിയോട് പറയുകയാണ്, നീയും അങ്ങനെ പോയി ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്തുണ്ട്? നീ സ്നേഹിതന്മാരെ അല്ലെങ്കിൽ അയൽക്കാരെ സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, അവരെ നീ നിന്നെപ്പോലെ സ്നേഹിച്ചാൽ നിനക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഏത് വിശ്വാസിയുടെയും കടമയാണ്. എന്ത്? ഈ നല്ല ശമര്യക്കാരനെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളത്, ചെയ്യുക എന്നുള്ളത്. എന്താ കാര്യം? നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യേശു നമ്മളോട് പറയുന്നത്, നീയും ഒരു നല്ല ശമര്യക്കാരനാകണം. സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാത്തവനെ നീ സ്നേഹിതനായിട്ട് കാണാൻ നീ പഠിക്കണം. 7 കൂട്ടം കാര്യങ്ങൾ അവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്തോത്രം, അവൻ പറയുകയാണ്, കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അർദ്ധപ്രാണനായി വിട്ട ഒരു മനുഷ്യനെയാണ് ഈ നല്ല ശമര്യക്കാരൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തനി കിടക്കുകയാണ്. ഒന്നാമതായിട്ട്, ഹി ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദ ഡേഞ്ചർ സിറ്റുവേഷൻ അറൗണ്ട്. നമ്മളാണെങ്കിലോ, അയ്യോ അവൻ്റെ അടുക്ക് പോകണ്ട കേട്ടോ, അവൻ്റെ അടുക്ക് പോയാൽ അവനെക്കുറിച്ച് അറിയാലോ. ഇവൻ ഒറ്റയ്ക്ക് വെറുതെ കിടക്കുകയല്ല. ഈ ശമര്യക്കാരന് മനസ്സിലായി, കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് അർദ്ധപ്രാണനായിട്ട് കിടക്കുക. നമ്മൾ പറയും, എന്താ, നമ്മളൊരു കാര്യം ചെയ്യാം, അങ്ങ് മെല്ലെ വഴി മാറിപ്പോകാം. ഇവിടെ 2 പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? നമ്മൾ വായിച്ചു. ആരൊക്കെയാണ് അങ്ങനെ ചെയ്തത്? ഒരു പുരോഹിതനും അതുപോലെ തന്നെ ഒരു ലേവ്യനും ആ വഴിയെ കടന്നുപോയി. അവൻ ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. സ്തോത്രം. അവനെ ശുശ്രൂഷിക്കുന്നവനാണ് ലേവ്യൻ. എന്നാൽ അവരെന്തുകൊണ്ടാണ് പോയത് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഇറ്റ് ഈസ് എ ഡേഞ്ചർ സോൺ, ഇവിടെ പോയാൽ ശരി ആകത്തില്ല എന്ന് അവർ തോന്നിക്കാണും. അതുകൊണ്ട് എന്തു ചെയ്തു? അവർ മെല്ലെ മാറി. ഹല്ലേലൂയ. അപ്പോൾ ഈ ശമര്യക്കാരൻ ആ ഡേഞ്ചർ സോൺ അതെടുക്കുവാൻ, നല്ല ശമര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നീടുള്ള കാലങ്ങളിൽ ഇത് യേശുവിൻ്റെ മേലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നല്ല ശമര്യക്കാരൻ ജീസസ് എന്ന് നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാനും നിങ്ങളുമാ നല്ല ശമര്യക്കാരനാകേണ്ടുന്നവർ. ഒന്ന്, ഒരു അയൽക്കാരനെ സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു അയൽക്കാരന് വേണ്ടി ആ ഡേഞ്ചർ സോണിനെ കണക്കാക്കാതെ ഇറങ്ങി ചെല്ലുന്നവനാണ് നല്ല ശമര്യക്കാരൻ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? പേര് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നിത്യജീവൻ കിട്ടണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നാളുകൾ നാം ചിലത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിലരോട് കരുണ കാണിക്കേണ്ടത് ആവശ്യമാണ്. ചിലരെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചിലരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ ആക്കിയിരിക്കുന്നത് ഏത് ഡേഞ്ചർ സോണിലും ഇറങ്ങി ചെല്ലുവാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ പലപ്പോഴും പലരും നമ്മുടെ ഇവിടയിൽ ഈ അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാം, അംബ്ലീസ്റ്റർ, അനീഷ് മിത്രൊക്കെ ഇറങ്ങി ചെല്ലുകയാണ്. അവിടുത്തെ ഡേഞ്ചർ സോണോ അല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ടല്ല, സ്തോത്രം, അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ്. കർത്താവ് അതാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ ഇറങ്ങി ചെല്ലുവാൻ തയ്യാറായി. രണ്ടാമത്, സ്തോത്രം, അവൻ അവിടെ ലഭിച്ച ആ ഒരു ഓപ്പർച്യൂണിറ്റി അവനത് തള്ളിക്കളയാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഇതാണ് എനിക്ക് ലഭിച്ച, ഞാൻ എൻ്റെ ദൗത്യത്തിന് വേണ്ടി പോവുകയാണ്, പക്ഷേ എനിക്ക് ലഭിച്ച ഒരു അവസരമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് കരുണ കാണിപ്പാൻ, ഒരാളെ കൂടെ സ്നേഹിതനാക്കാൻ എനിക്ക് ലഭിച്ച ആ അവസരമാണ്. എന്നാൽ ആ പുരോഹിതനും അതുപോലെ തന്നെ ആ ലേവ്യനും അത് കരുണ കാണിപ്പാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് നോക്കാനോ അവർക്ക് മനസ്സ് വന്നില്ല. ലഭിച്ച അവസരം അവർ ഉപയോഗിച്ചില്ല. ഒരുപക്ഷെ അവർ വിചാരിക്കും, എനിക്ക് പള്ളിയിൽ പോയിട്ട് ചിലപ്പോൾ കുർബാന ചൊല്ലേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തേണ്ടത്, പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി അത് യൂസ് ചെയ്യുവാൻ തക്കവണ്ണം ഒരുപക്ഷെ ആ പുരോഹിതനെ പോലെ അല്ലെങ്കിൽ ലേവ്യനെ പോലെ ഈ ശമര്യക്കാരനും കടന്നു പോകാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തില്ല. ലഭിച്ച ഓപ്പർച്യൂണിറ്റി നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ചർച്ചിൽ, നമുക്ക് ലഭിക്കുന്ന ലുക്ക് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി.
നമുക്ക് ഒന്നും രണ്ടും പേരെന്താ ചെയ്തേ? ഓപ്പർച്യൂണിറ്റി നോക്കാതെ പോവുമല്ല, ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടും സാരമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒന്നും രണ്ടും നമ്മൾ കണ്ടു അല്ലേ? ആരൊക്കെയാണ്? പുരോഹിതനും ലേവ്യനും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു, അവനോട് കരുണ കാണിക്കണം, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് പറയുന്ന ഒരു നല്ല ശമരിയക്കാരനെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വി ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലേ, വെൻ ഇറ്റ് ഈസ് ദ ടൈം. ദൈവം തന്നിരിക്കുന്നതിനെ നമ്മൾ നോക്കി പാർക്കണം. ആരെയാണ് ദൈവം എൻ്റെ മുന്നിൽ ഒരു അയൽക്കാരനായിട്ട്, ഒരു സ്നേഹിതനായിട്ട് മാറ്റുവാൻ തന്നിരിക്കുന്നത് എന്നുള്ള ചിന്താബോധ്യത്തോടു കൂടി ആയിരിക്കണം ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത്. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ഈ ശമരിയക്കാരന് he didn't look for the barriers that both the group had. ഈ രണ്ട് യഹൂദനും ശമര്യക്കാരനും അവർ പരസ്പരം മുഖാമുഖം നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവനല്ല. നമുക്കറിയാമല്ലോ, യേശു ശമര്യയിലൂടെ പോകുമ്പോൾ അയ്യോ അതിൽ പോകുന്നത് തന്നെ ആൾക്കാർ ഇതെന്താ ഇങ്ങനെ പോകുന്നത്, അവർ ചുറ്റി വളഞ്ഞാണ് പോകുന്നത്. ഈ രണ്ട് കൂട്ടർ എന്ന് പറയുന്നത് യഹൂദരും ശമര്യക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു ആളെയാണ് ഈ ശമര്യക്കാരൻ എന്ത് കാണുന്നത്? ഹല്ലേലൂയ, ഒരു സ്നേഹിതനായിട്ട്, കരുണ കാണിക്കുവാനായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഞാനും നിങ്ങളും ചെയ്തേ പറ്റൂ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിത്യജീവൻ ലഭിക്കണമെങ്കിൽ. ഹല്ലേലൂയ. അവൻ ചെയ്തത് അവർ തമ്മിലുള്ള പിണക്കമോ അല്ലെങ്കിൽ വാസ്തവത്തിൽ ശമര്യക്കാരനാണ് വിഷമം തോന്നുന്നുണ്ട്. കാരണം യഹൂദനാണ് വലിയ പാരമ്പര്യവും ഈ ശമര്യക്കാരെ റിജക്റ്റ് ചെയ്യുന്നതും ആരാണ്? അധികവുമായിട്ട് ആരാണ്? യഹൂദനാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരു യഹൂദൻ അവിടെ വീണ് കിടക്കുമ്പോൾ ഈ ഞങ്ങളെ കൺസിഡർ ചെയ്യാത്ത ഞാൻ എന്തിനു വേണ്ടി ചെയ്യണം എന്ന് നമ്മളോട് പലരും പറയും. അയ്യോ അവൻ അങ്ങനെ ചെയ്തത് ഓർമ്മയില്ലേ, അവൻ ഇങ്ങനെയല്ലേ നമ്മളോട് പെരുമാറിയത്, അവൻ മറ്റവനല്ലേ, ഇതൊക്കെ നമ്മൾ ചോദിക്കും. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒരു ലിസ്റ്റുണ്ട് നെയ്ബറെ വേണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അങ്ങ് ഡിസൈഡ് ചെയ്യും, നോ അങ്ങോട്ട് പോകണ്ട, ഭയങ്കരമാ, ആ സോൺ ശരിയല്ല, അതുപോലെ തന്നെ കള്ളന്മാരാ പിടിച്ചിരിക്കുന്നത്, പിന്നെ നമുക്ക് ഇതൊന്നല്ല വേറെ നല്ല ഓപ്പർച്യൂണിറ്റി ദൈവം തരും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോകും. എന്നിട്ട് ഇവിടെ ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ഇവരെ ഒരുത്തന് പോയിട്ട് പറയുകയാണ്, എനിക്ക് കരുണ തോന്നുന്നു അവനോട്. ആ നല്ല ശമര്യക്കാരൻ ചെയ്തെന്താണ്? അവൻ പോയി അവിടെ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ മുറിവ് കെട്ടുന്നു, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത് ചെയ്യുന്നത്. നാലാമതായിട്ട് സ്തോത്രം, എന്താണ് അവൻ ചെയ്തത്? ഹല്ലേലൂയ, അവനോട് കരുണ തോന്നി. അവൻ ഇമ്മീഡിയറ്റായിട്ട് അല്ലേ അവിടെ ചെന്ന് എന്തെല്ലാം അവന് വേണ്ടി ചെയ്യാൻ കരുണ തോന്നണം. നമുക്ക് ചിലരോട് കരുണ തോന്നണം. ഹല്ലേലൂയ. അത് അവൻ ആരാണ് എന്ന് ചിന്തിച്ചിട്ടല്ല. നമ്മുടെ കരുണ തോന്നാൻ തന്നെ നമുക്ക് ആരൊക്കെ വേണം? അവൻ നമ്മുടെ സ്റ്റാൻഡേർഡുള്ള ആളാണോ, അല്ലെങ്കിൽ വല്ല ഉപകാരം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അവൻ സാക്ഷ്യം പറയുമോ, അപ്പോൾ എൻ്റെ പേരും കൂടെ ചേർത്ത് പറയുമോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ കരുണ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ശമര്യക്കാരൻ ചെയ്തത് സ്തോത്രം, അവൻ ഒരിക്കലും ഒരുപക്ഷെ നല്ലത് പറയത്തില്ലായിരിക്കും, ഒരുപക്ഷെ ഇങ്ങനെ ഇന്ന ആൾ ചെയ്തു എന്നൊന്നും അവൻ അറിയത്തില്ലായിരിക്കും. അവൻ എങ്ങനെ കിടക്കുന്നത്? അർദ്ധപ്രാണനായിട്ട് കിടക്കുകയാണ്, അർദ്ധപ്രാണനായിട്ട്. എന്നാൽ അവൻ്റെ മേൽ കരുണ തോന്നിയിട്ട് ഓടിച്ചെന്ന് അവനെ സഹായിക്കുന്നതായിട്ട് സ്തോത്രം. ഇനി മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ കരുണ തോന്നി ഈ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ അർദ്ധപ്രാണനായിട്ടാണ് കിടക്കുന്നത്. ദർ ഈസ് എ റിസ്ക് ഇൻവോൾവ്ഡ്. നമ്മളങ്ങനെയല്ലേ പറയാ, അയ്യോ മരിക്കാരായി കിടക്കുന്നത്, ഞാനെങ്ങാനും പോയി ചെന്ന് എൻ്റെ കൈയെങ്ങാനും തൊട്ട് പിന്നെ അവസാനം എൻ്റെ മേലായിരിക്കും വരിക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ദർ ഈസ് റിസ്ക് ഇൻവോൾവ്ഡ്. നീയും അങ്ങനെ ചെയ്യുവിൻ എന്നാ യേശു പറഞ്ഞത്. എന്നോടും നിങ്ങളോടും പറയാ, നീയും അങ്ങനെ പോയി ചെയ്യ്. ഹല്ലേലൂയ. there is risk involved. ഹല്ലേലൂയ. എന്നാലും നിനക്ക് കരുണ തോന്നണം അവനെ കണ്ട്. കാരണം എന്താ അറിയാമോ? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നീ മുറിവറ്റ് കിടക്കുമ്പോൾ, നീ ഹല്ലേലൂയ അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ നീ ഇതൊന്നും ചിന്തിക്കത്തില്ല അല്ലേ? ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്നല്ലേ നീ ചിന്തിക്കുക. നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഓടിച്ചെന്ന് കരുണ കാണിക്കുകയാണ്. സ്തോത്രം. ഇനി he was willing to use all his resources അല്ലേ?
അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തേനും അല്ലെങ്കിൽ എന്തെല്ലാം മെഡിക്കേഷൻ പച്ചമരുന്നുകളോ അവന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അവൻ്റെ വണ്ടിയിലെടുത്ത് അടുത്ത സത്രത്തിൽ കൊണ്ടാക്കി. ഹല്ലേലൂയ. അവന് പറ്റുന്നതൊക്കെ അവൻ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടുന്നതെല്ലാം അവിടെ കൊടുത്തു. അവൻ ചെയ്യാൻ മടിയില്ല. തനിക്ക് ലഭിച്ച റിസോഴ്സസ് മുഴുവനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നല്ല ശമരിയക്കാരൻ. ഹല്ലേലൂയ. കർത്താവ് ഇത് എനിക്ക് വേണ്ടി യാഗമായത്, അവൻ ആ സ്തോത്രം മഹത്വത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നിരിക്കുന്നത് ഞാനും നിങ്ങളും നല്ല ശമരിയക്കാരായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശ്വസിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ എംപവേർഡ് us to be a witness for him. ഹല്ലേലൂയ. യേശു നല്ല ശമരിയക്കാരനാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും നല്ല ശമരിയക്കാരൻ ആക്കാൻ വേണ്ടിയാ അവൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശു അതല്ലേ ചെയ്തത്? വീണ് കിടക്കുന്ന നമ്മെ അവൻ ചിന്തിക്കുകയാണ്, സാരമില്ല അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഞാനും നിങ്ങൾ രക്ഷ പ്രാപിക്കുമോ? ഇല്ല. നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയാൽ ഇല്ല. നമ്മൾ അവൻ്റെ സ്നേഹിതനായിരുന്നോ? അല്ല. സ്തോത്രം. ആർക്കാണ് ചിലവ്? അവൻ കൊടുത്ത വില എന്താണ്? സ്വന്തം പ്രാണനെയാ കൊടുത്തത്. He was willing to, hallelujah, give whatever he has. എന്നോട് നിങ്ങളും പറയുകയാണ്, ആ ന്യായശാസ്ത്രിയോട് യേശു പറയുകയാണ്, നീയും അങ്ങനെ പോയി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. ഇനി he was willing to spend his time. അവനൊരു ബിസിനസ്മാൻ ആയിരിക്കാം. സ്തോത്രം. അവൻ അതിനുവേണ്ടി പോകുകയാണ്, അല്ലേ? ഇവിടെ ഇതാ ഒരു പുരോഹിതൻ കടന്നുപോയി, എക്സാമ്പിൾ ഒരു ലേവ്യൻ കടന്നുപോയി. സ്തോത്രം. എന്നാൽ ഇവൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. നിൽക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ശ്രദ്ധയോടെ വായിച്ചാൽ അറിയാം, അവൻ ഒരു ദിവസം അവൻ്റെ കൂടെ സത്രത്തിൽ നിന്നു. എങ്ങനെ മനസ്സിലായത്? വായിച്ചാട്ടെ അതിൻ്റെ 35-ാമത്തെ വാക്യം. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ പിറ്റേന്നാൾ അന്ന് എന്ത് ചെയ്തു? ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ട്, അവന് വേണ്ടുന്ന സഹായം ചെയ്യുവാനായിട്ട് ഈ യാത്രയിലായിരുന്ന ഈ മനുഷ്യൻ തൻ്റെ ദൗത്യം മാറ്റിവെച്ച് അവൻ എന്തോ ചെയ്തു? അവൻ ഒരു ദിവസം അവൻ്റെ കൂടെ നിന്ന് പിറ്റേന്നാൾ അവൻ പോകുമ്പോൾ എന്തു ചെയ്തു? പോകുമ്പോൾ അവന് കുറച്ചുകൂടെ പൈസ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് തൽക്കാലം വയ്ക്കേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും. ഹി വാസ് 7th point, ഹി വാസ് റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. അവന് വേണ്ടി ഇതുവരെയും കണ്ടിട്ടുള്ള വ്യക്തിയല്ല, തൻ്റെ വീടിൻ്റെ അയൽവാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ല. കാരണം അവൻ ഒരുവൻ യഹൂദനും ഒരുവൻ ശമരക്കാരനുമാണ്. ഒരു സാധ്യതയുമില്ല, ആരും ചോദിക്കത്തില്ല. പുരോഹിതൻ പോയില്ലെങ്കിലും പോയില്ല എങ്കിൽ, അതുപോലെ തന്നെ ലേവ്യൻ അവിടെ ചെന്നില്ല എങ്കിൽ ആളുകൾ ചോദിക്കും, എടാ ഒരു യഹൂദനെ കണ്ടിട്ട് നീ എന്തുകൊണ്ട് പോയില്ല? എന്നാൽ ഈ ശമര്യക്കാരനോട് ആരും ചോദിക്കത്തില്ല, നീ എന്തേ അവിടെ നിന്നില്ല? കാരണം അവൻ എല്ലാ തരത്തിലും അവൻ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല. ആരും അവനെ കുറ്റം പറയത്തില്ല. കാരണം അവർ മുഖാമുഖം ചേർന്ന് നിൽക്കുന്നവരല്ല. എല്ലാവർക്കും അറിയാം അതൊരു യഹൂദനാണ്, അതുകൊണ്ട് ഞാൻ പോന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഈ നല്ല ശമര്യക്കാരൻ ചെയ്തത് എന്താണ്? അവൻ ചെയ്തത് ഇതൊന്നും ഹല്ലേലൂയ സാരമാക്കാതെ ആ മനുഷ്യനോട് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 10:37 പറഞ്ഞത് ഇങ്ങനെയാണ്, അവനോട് കരുണ കാണിച്ചു. ഹല്ലേലൂയ. അവനോട് കരുണ കാണിച്ചു. ദൈവം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. അവൻ ആ ഡേഞ്ചർ സിറ്റുവേഷൻ കണക്കാക്കിയില്ല, അവൻ്റെ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് മടിയില്ല, അവർ തമ്മിലുള്ള വൈരാഗ്യം അതൊരു വിഷയമല്ല. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ സമയം ചെലവഴിക്കുന്നതിന് അവന് ബുദ്ധിമുട്ടില്ല. ഹല്ലേലൂയ. അവൻ തരുന്ന ഓപ്പർച്യൂണിറ്റി അത് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കുവാൻ അവൻ സന്നദ്ധനാണ്. ഇപ്രകാരം ഉള്ള നല്ല ഹല്ലേലൂയ ശമര്യക്കാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവൻ കൊടുത്ത വില അതിനു വേണ്ടിയാണ് കേട്ടോ. നമ്മെ അവനെപ്പോലെ ആക്കിയെടുക്കുവാനായിട്ട്, അവൻ്റെ സ്വഭാവത്തിൽ അവൻ കരുണ തോന്നുന്ന പോലെ നമുക്ക് കരുണ തോന്നണം, അല്ലേ? അവനോട് നമുക്ക് യേശുവിന് വിശ്വാസമാണ്. എന്താ വിശ്വാസം?
ഞാനും നിങ്ങളും ഏതുമല്ലാതിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്ന സമയത്ത്, ഒന്നിനും കൊള്ളാത്തവരായിരുന്ന സമയത്ത് അവൻ മുഴുവിലയും നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് അവൻ നമ്മുടെ മേൽ കരുണ കാണിച്ചത്. ഈ നമുക്ക് കരുണയൊക്കെ റിസീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ അല്പം പ്രയാസമാണ്. അന്നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ശരി, അതെങ്ങനെ അത്ര പെട്ടെന്ന് കൊടുക്കുന്നേ? നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് ഇത് നോക്കി അത് നോക്കി നമുക്ക് അതേ അപ്പം പറയും നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരാണ്, ബുദ്ധിയുള്ളവരായിരിക്കണം, അല്ലേ? അവിടെയാണ് നമ്മൾ ദൈവവചനമൊക്കെ ഭയങ്കര പാണ്ഡിത്യവും ഒക്കെ നമ്മൾ അങ്ങ് വരും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഹല്ലേലൂയ. നിത്യരാജ്യം, ദൈവരാജ്യം കൈവശമാക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. സ്തോത്രം. അറിവ് കൂടുന്തോറും ന്യായശാസ്ത്രിയോട് കൃത്യമായിട്ട് പറയുകയാണ്, നിൻ്റെ അറിവ് കൊള്ളാം, പക്ഷേ അത് നിൻ്റെ ജീവിതത്തിൽ നീ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒബ്ലിഗേഷനെ ലിമിറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ സ്തോത്രം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നാം തന്നെ നെയ്ബേഴ്സിനെ സൃഷ്ടിക്കുന്നവരായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു നെയ്ബേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒരു നെയ്ബറെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പലപ്പോഴും നമ്മൾ ഉള്ള നെയ്ബറുകളെ തന്നെ നമ്മൾ എന്തോ ചെയ്യും, അയൽക്കാരെ തന്നെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യും, ചൂസ് ചെയ്യും. ഓക്കെ, യു ക്യാൻ ബി മൈ നെയ്ബർ, യു ക്യാൻ ബി, യു ക്യാൻ നോട്ട് ബി. എന്നാൽ ദൈവം അങ്ങനത്തെ വിശ്വാസികളെയല്ല ദൈവത്തിന് വേണ്ടത്. തൻ്റെ ഓമന പുത്രനെ നൽകി സ്നേഹിച്ച് ഹല്ലേലൂയ നിത്യരാജ്യം കൊടുക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തത് അങ്ങനെ ചൂസി ആയിട്ടുള്ള ചില വിശ്വാസികൾക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയമില്ലാത്തവർക്ക് വേണ്ടിയല്ല, കരുണ കാണിപ്പാൻ വകയില്ലാത്തവർക്ക് വേണ്ടിയല്ല, റിസ്ക് ഫാക്ടർ എടുക്കാൻ തയ്യാറില്ലാത്തവർക്ക് വേണ്ടിയല്ല. എന്നാൽ ഈ നല്ല ശമരിയക്കാരൻ കാണിച്ച അതേ മാതൃകയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ചിലരെ വാർത്തെടുക്കുവാനായിട്ടാണ് നമ്മുടെ ദൈവം ഹല്ലേലൂയ കാൽവരിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. അയൽക്കാരെ സൃഷ്ടിക്കുന്നവർ ഇന്നു മുതൽ നമ്മൾക്ക് ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും ഉണ്ട് ഹല്ലേലൂയ, നമ്മുടെ ചർച്ചിലായാലും ശരി, നമുക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഞാനിനി മിണ്ടത്തില്ല. നമ്മളങ്ങനെയാ. നമ്മൾ ആരാണ്? നല്ല അയൽക്കാരനാണ്, ആയിരിക്കേണ്ടുന്നവരാണ്. ചർച്ചിലായാലും ശരി, ഇനി വീട്ടിലായാലും ശരി, ഇനി ബന്ധുക്കളായാലും ശരി, കുറച്ച് നാളത്തേക്ക് ഇനിയൊന്നും വേണ്ട. കൂടെയുള്ളവരാ. ഈ ലേവ്യനും ഈ പുരോഹിതനും അതല്ലേ ചെയ്തതാ. അത് ബന്ധുക്കളാകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അത്രയും ഇതാകണമെന്നൊന്നുമില്ല. ഒരുപക്ഷെ അവർ ഒരുമിച്ച് ആ സിനഗോഗിലൊക്കെ കാണുന്നവരായിരിക്കും. പക്ഷേ എങ്കിലും സമയമില്ല. ചൂസ്. നോ, ഐ ഡോണ്ട് വാണ്ട് ഹി ടു ബി മൈ നെയ്ബർ, ഐ ഡോണ്ട് വാണ്ട് ഹി ടു ബി മൈ ഫ്രണ്ട്. നമുക്ക് ചൂസ് ചെയ്യുന്നൊരു കാലത്തിലാണ് നമ്മൾ. എന്നാൽ അതൊരിക്കലും ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ഹല്ലേലൂയ. അവൻ കുറവുള്ളവനാണോ എന്നും ഈ ശമരിയക്കാരൻ ചെയ്തത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിൽക്കണം. ഒരു യോഗ്യതയുമില്ല, ആരും ചോദിക്കത്തില്ല, റിസ്ക് ഫാക്ടറുണ്ട്. ഹല്ലേലൂയ. എൻ്റെ റിസോഴ്സസ് മുടക്കണം. അല്ലേ, എങ്കിലും ഞാൻ എന്തോ ചെയ്യണം? ഞാൻ അയൽക്കാരെ സൃഷ്ടിക്കണം, അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. 1-2 കൽപ്പന വെറുതെ നമ്മൾ പറയാനും വായിക്കാനും. ഞങ്ങൾ രാത്രിയിൽ പ്രെയർ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ചൊല്ലും. കൊളോഷ്യൻസ് 3:20, പിന്നെ 3:19, 3:18 ഞങ്ങളിങ്ങനെ ചൊല്ലും. അതിങ്ങനെ ചുമ്മാ ചൊല്ലാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. സ്തോത്രം. ദൈവവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഞാനും നിങ്ങളും നല്ല ശമരിയക്കാരൻ ആകണം. ആമേൻ. നമുക്ക് ഹല്ലേലൂയ ഐസംബദ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പാടി ആ സമയത്ത് തന്നെ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചുകൂടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ല ശമരിയക്കാരനാണ്. ഇതുവരെ ആ ചരിത്രം അതുപോലെ പഠിച്ചവർ ഇന്നു മുതൽ മാറ്റി എഴുതട്ടെ. ഞാൻ ഇന്നു മുതൽ ഒരു നല്ല ശമരിയക്കാരനാകും. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ സ്നേഹിതന്മാരെ ഒരു കുറവുമില്ല. ഞാൻ തേടിപ്പിടിക്കും, ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ അതിനുവേണ്ടി ഉറങ്ങാം. നമുക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി തന്നിരിക്കുന്നത് ഹല്ലേലൂയ മാനുഷികമായ രീതിയിൽ ജഡ്ജ് ചെയ്ത് ചിലരെ ചൂസ് ചെയ്ത് ചിലരെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല, മറിച്ച് ഹല്ലേലൂയ ഏത് അസാധ്യതയുടെ മധ്യത്തിലും ശക്തിയോടെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തിയോടെ ഇറങ്ങിത്തിരിപ്പാൻ ദൈവം എന്നോടും നിങ്ങളോടും ആലോചന പറയുന്നു. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം.